നൗഷാദ് അവിടെ സംഭവിച്ചത് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെയാണ്. 5 വർഷം മുന്നേ ഈ ഓർഡർ ഉണ്ടായിരുന്നു. BJP ഗവൺമെൻറ് ഉള്ള സമയത്ത് തന്നെ ഈ ഓർഡർ ഉണ്ടായിരുന്നു. ഗോമാള സ്ഥലങ്ങളൊക്കെ ഒരുപാട് പേര് താമസം സൗകര്യങ്ങളാക്കി വാടക കൊടുക്കലും, പിന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ മൊത്തത്തിൽ സ്ഥലം എടുത്തിട്ട് ചെറിയ ചെറിയ ഈ വീടുണ്ടാക്കിയിട്ട് വാടക കൊടുക്കൽ, ചെറിയ ചെറിയ വീട് ഉണ്ടാക്കിയിട്ട് വിൽക്കൽ, അത് തന്നെ അവിടെ സംഭവിച്ചതും. ഒരു ടീം റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ എടുത്തിട്ടാണ് കുറേ വീടുകൾ വിറ്റത്. ഈ 5 വർഷം മുന്നേ ഓർഡർ വന്ന സമയത്ത് മാർത്തഹള്ളിയും കുന്തനഹള്ളിയും ഇതേ സംഭവം നടന്നായിരുന്നു. പെട്ടെന്ന് തന്നെ BJP ഗവൺമെൻറ്റിലെ സമയത്ത് 1 മാസം കൊണ്ട് തന്നെ അടിച്ച് തകർത്തായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അവിടെ അന്ന് ആ സമയത്ത് മുസ്ലിങ്ങളുണ്ടായിരുന്നു, മറ്റ് മതക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്നേരമൊന്നും ഈ വിഷയം ഇങ്ങനെ കാലി കത്തിയിട്ടില്ല. അന്നേരം പല വിഷയങ്ങൾ നടക്കുന്നതുകൊണ്ട് ഈ വിഷയം ആരും ഇതാക്കിയിട്ടില്ല. ഇപ്പം സംഭവിച്ചത് ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ് സപ്പോർട്ടോടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. പക്ഷേ ഒരിക്കലുമില്ല. ഈ പണ്ടേയുള്ള ഓർഡർ അതിങ്ങനെ നോട്ടീസുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. 2ഉം 3ഉം വട്ടം നോട്ടീസ് കൊടുത്തു. ഈ 15 ദിവസം മുന്നേയും നോട്ടീസ് കൊടുത്തു. കറണ്ടും കട്ട് ചെയ്ത് വാണിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഇവർക്ക് ഇത് പൊട്ടിക്കുന്നത്. അതിൻ്റെ ശേഷവും ഇവർക്ക് കറണ്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇവർക്ക് 2-3 വട്ടം വേറെ സ്ഥലത്ത് മാറിക്കോ എന്നുള്ള കണ്ടീഷൻ വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ സെൻട്രൽ നിന്ന റിയൽ എസ്റ്റേറ്റ് ടീമുകൾ, ഇതിൻ്റെ കൊടുത്ത ആൾക്കാർ ഒന്നും സംഭവിക്കില്ല, ഒന്നും ചെയ്യില്ല, നമ്മളൊക്കെ ഉണ്ട് എന്നുള്ള കണ്ടീഷൻ അവർ ധൈര്യം കൊടുത്ത് പാവങ്ങൾ അവിടെ നിന്നിട്ട് അങ്ങനെയാണ് പാവങ്ങൾ കുടുങ്ങിയത്. അങ്ങനെ ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഇങ്ങനെ പെട്ടെന്ന് വന്ന് അടിച്ച് പൊട്ടിച്ചാന്ന്. പക്ഷേ ഇതൊന്നും സത്യാവസ്ഥ അതല്ല. ഇതാണ് സത്യാവസ്ഥ. ഇത് ക്ലിയറാണ്. അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരുണ്ട്, അവിടുത്തെ സോഷ്യൽ വർക്കറൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അവിടുത്തെ പ്രസൻറ്റ് MLA റവന്യൂ മിനിസ്റ്റർ കൃഷ്ണപേരോടെയാണ്. മൂപ്പറും ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉള്ളതാണ്. മൂപ്പറും വിളിച്ചിട്ട് PA വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പല ഗ്രൂപ്പുകളും. പക്ഷേ ഒരിക്കലും അങ്ങനത്തെ ഒന്നുമല്ല. മൂപ്പറ് CMൻ്റെ അടുത്തുനിന്ന് ഒരു മീറ്റിങ്ങൊക്കെ ഇന്നലെ സമീർ സാബ് ഉണ്ടായിരുന്നു. മറ്റ് മൈനോറിറ്റി ചെയർമാനൊക്കെ പോയി അതിനു വേണ്ടി CMനോട് റിക്വസ്റ്റ് ചെയ്ത് ആ പറഞ്ഞ സ്ഥലത്തോ അല്ല വേറെ സ്ഥലത്തോ വീട് വെച്ചു കൊടുക്കേണ്ട പരിപാടി പക്ക അത് ക്ലിയറാണ്. അതിനുവേണ്ടി പല ആൾക്കാരും അതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും പാവപ്പെട്ടവരെ ഒരിക്കലും കർണാടക ഗവൺമെൻറ്റും കോൺഗ്രസ് ഗവൺമെൻറ്റും ഒരിക്കലും കൈവിടില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കേസുകളൊന്നും ഒരിക്കലും കോൺഗ്രസ് ഗവൺമെൻറ് ഇൻവോൾവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ല. ഇത് കണ്ടിന്യൂ വന്ന ഓർഡർ പ്രകാരം ചെയ്തതാണ്. ഇതാണ് സത്യാവസ്ഥ. ഇത് സംഗതി ഉള്ളത് തന്നെയാണ്. 300ഓളം വീടുകളുണ്ടായിരുന്നു. ഈ കടകളിലൊക്കെ ഊത് പോയിച്ചിട്ട് പോകുന്ന ഒരു ടീമില്ല, അവരുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വിഭാഗക്കാരായിരുന്നു. 10-25 വർഷമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ്. 2 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിരുന്നു അവിടുന്ന് കാലിയാക്കാൻ. പക്ഷെ 3ാമത് അവർ നോട്ടീസ് പോലും കൊടുക്കാതെ പുലർച്ചെ 3 മണിക്ക് വന്നിട്ടാണ് ഈ കൃത്യം ചെയ്തത്. അപ്പോൾ അവിടെ നിലവിലെ റവന്യൂ മന്ത്രിയുടെ മണ്ഡലം കൂടി ആയതുകൊണ്ട് റവന്യൂ മന്ത്രി ഇടപെട്ട് അവർക്ക് അതേ സ്ഥലം തന്നെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വേറെ സ്ഥലം അനുവദിക്കും എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള 4 പള്ളി കമ്മിറ്റിക്കാരും കൂടി ഒരു കൂട്ടായ്മയായിട്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇവരുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള സഹായങ്ങളും എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിലവിൽ അതിൻ്റെ തൊട്ട് തന്നെയുള്ള ഒരു ഉറുദു സ്കൂളിലാണ് സ്ത്രീകളും കുട്ടികളൊക്കെ താമസിക്കുന്നത്. പുറത്ത് ഷെഡ് കെട്ടിയിട്ട് പുരുഷന്മാരും. ഇവർ രാവിലെ ഓരോ പ്രദേശത്തെ കടകളിലെല്ലാം പോയി ഊതൊക്കെ പോയിച്ച് വൈകുന്നേരം തിരിച്ചെത്തുന്ന ഒരു ടീമാണ്. ഇവരായിട്ട് ഞങ്ങൾ KMCC അവരെ കമ്മിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അർജൻറ്റ് തണുപ്പ് സീസൺ ആയതുകൊണ്ട് പുതപ്പൊക്കെ എത്തിച്ചേരാമെന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞ് പുതപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഉണ്ട്, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നോക്കേണ്ടത്, ഇവരൊരു പുതുതായിട്ട് സെറ്റിലാവുന്നത് വരെ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ നിൽക്കാൻ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ താൽക്കാലികമായിട്ട് റെഡിമെയ്ഡ് ഷെഡുകൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടേയുണ്ട്. ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല, ഇത് BDAൻ്റെ കീഴിലാണെന്നാണ് തോന്നുന്നത്. ഈ സ്ഥലം പെട്ടെന്ന് ഉള്ള ആക്ഷൻ ആയതുകൊണ്ട് പിന്നെ ഗവൺമെൻറ്റിന് എതിരെ നല്ല പ്രതികരണം വന്നതുകൊണ്ട് ഗവൺമെൻറ് ശക്തമായിട്ട് തന്നെ അവരെ കൂടെ വേണ്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു പ്രൊജക്റ്റ് വരേണ്ടിയിട്ടാണ് ആ സ്ഥലം കാലിയാക്കിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പം നിലവിൽ അവിടുത്തെ MLA
ആണ് റവന്യൂ മിനിസ്റ്റർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പ് കമ്മിറ്റിക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. KMCC-യും അവരുടെ കൂടെ വേണ്ടുന്ന പിന്തുണയുമായിട്ട് എബ്ബാളെലങ്ക ഏരിയ KMCC-യുടെ പ്രവർത്തകന്മാരൊക്കെ സന്ദർശിക്കുന്നു. അവരായിട്ട് സമ്പർക്കമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. 2 പ്രാവശ്യം നോട്ടീസ് കൊടുത്തതാണ് ഇവർക്ക്. ഇവരെടുക്ക അതിൻ്റെ സ്ഥലത്തിൻ്റെ എനിക്ക് തോന്നുന്നത് കാലി സ്ഥലത്ത് കയ്യേറി ഷെഡ് കെട്ടി പിന്നെ ചെറുങ്ങനെ വീടുകളാക്കി അങ്ങനെയാണ് പല സ്ഥലങ്ങളും പല സ്ലമ്മുകളൊക്കെ ഉണ്ടാകാറ്. അതായിരിക്കാം അതിൻ്റെ സാധ്യത. പിന്നെ അവിടുത്തെ ഏതൊരു ലോക്കൽ ഗുണ്ട ഒരു പട്ടാണി തന്നെ അവിടുന്ന് ആരോടൊക്കെ കാശ് വാങ്ങിയിട്ട് നിങ്ങൾ പെർമനൻ്റായിട്ട് ഇവിടെ നിൽക്കാൻ ഉള്ള സൗകര്യം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 3 ലക്ഷം 5 ലക്ഷം ഒക്കെ വാങ്ങിയ കഥകളും കേൾക്കുന്നുണ്ട്.